ഫാമിലി ബിസിനസ്സുകളിലും പിന്നെ സെക്കൻഡ് ജനറേഷൻ ടാലൻറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ക്ലാരിറ്റി. ഈ ഫാമിലി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരിക്കലും ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പോലെയല്ല. എവ്രി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് പ്രയോറിറ്റി, എവ്രി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ഹാർമണി, അതുപോലെ തന്നെ ഗ്രോത്ത്, കണ്ടിന്യൂറ്റി ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഇതായിട്ട് കണ്ടിട്ടുണ്ട്. എക്സാക്ട്ലി എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്താണ് ഹാർമണി എന്നും കണ്ടിന്യൂറ്റി എന്നും? ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ബേസിക്കലി ഫാമിലി ബിസിനസ് എന്നുള്ള ടെർമിനോളജി പോലും തെറ്റാണ്. ഫാമിലീസ് ഇൻ ബിസിനസ് നമുക്ക് വെക്കാം. ഓക്കെ, കാരണം ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഷിഫ്റ്റ് ടു ദി അതർ സൈഡ്, ഫാമിലീസ് ഇൻ ബിസിനസ്. അതായത് ബിസിനസ്സുകൾ ഓൺ ചെയ്യുന്ന ഫാമിലീസ്. കാരണം ഒരുവിധം അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്യുന്ന ഫാമിലീസ്, മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ടാവും, ഒരു ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരു ഓപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഫാമിലീസ് ഇൻ ബിസിനസ് എന്ന് പറയാം. ഈ ബിസിനസ്സുകളുടെ ഈ ഫാമിലീസിൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര കാലം അവർ ഫാമിലീസ് ഇൻ ബിസിനസ് ആണ് എന്നുള്ളതാണ്. അവരൊരു ജനറേഷൻ അസ്തമിക്കുമോ, 2-3 ജനറേഷൻ അസ്തമിക്കുമോ, അതോ 10-20 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു അസ്തമനം ഉണ്ടാകാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഈ ഫാമിലി ആ ഒരു അവരുടെ ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ, വലുതായി കൊണ്ട് തന്നെ. കാരണം ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഫാമിലി കീപ്സ് ഓൺ ഗ്രോയിങ് അല്ലേ. ഒരാൾക്ക് 3-4 മക്കളുണ്ടായി, പിന്നെ അവർക്ക് 3-4 മക്കളുണ്ടായി, അങ്ങനെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് അതിനനുസരിച്ച് വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരാൾ 1 മില്യൺ പ്രോഫിറ്റ് എടുക്കണ പോലെയല്ലോ 10 ആൾ ആ 1 മില്യൺ എടുക്കുമ്പോൾ, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 10 ആവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫാമിലിക്ക് ഈ ബിസിനസ്സിൽ വേണ്ട മാതിരി സബ്സ്റ്റാൻഷ്യൽ ഇൻകം കിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിന് ബിസിനസ് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതെ അത് പിന്നെ ഒന്നും ഇല്ലാതായിട്ട് അനാഥപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 3 കാര്യം ആണ് ഈ ഫാമിലീസ് ഇൻ ബിസിനസ് പ്രൊഫഷണലൈസ് ചെയ്യേണ്ട ഭാഗത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഒന്ന് ഹാർമണിയാണ്. കുടുംബത്തിൽ സ്നേഹം വേണം, നല്ലൊരു പരസ്പര സ്നേഹം വേണം, ഐക്യം വേണം, അവർ കൊലാബറേറ്റ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇഫ് വി ഡിസൈൻ എ ഫാമിലി ബിസിനസ് ഓർ എ ഫാമിലീസ് ഇൻ ബിസിനസ് നമ്മൾ ഡിസൈൻ ചെയ്യണമല്ലേ, നാച്ചുറലി അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പ്രകാരം സാധനം പോയിട്ട് അവിടെ ഇവർ തമ്മിൽ സ്നേഹമില്ല, ഇവർ തമ്മിൽ അടിയാണ്, ഇവർ തമ്മിൽ ഒരു നല്ല ടേംസിലല്ല, സഹകരണമില്ല, ദാറ്റ് ഫാമിലി ഡസ് നോട്ട് ഹാവ് എ ഫ്യൂച്ചർ. അവിടെ എപ്പോഴും ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം കറൻ്റ്ലി ഇത്തരം സക്സസ്ഫുൾ ഫാമിലി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും ബെസ്റ്റ് സിനാരിയോ ഈസ് വെൻ ദ ഫാമിലി ഈസ് ഇൻ ഗുഡ് ടേംസ്. ഫാമിലി അടി ഉണ്ടായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഓൾറെഡി പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു കഴിഞ്ഞു, ആ മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ആ ഫാമിലിൻ്റെ നേച്ചറും സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ വെൻ ദ ഫാമിലി ഈസ് ഗോയിങ് വെൽ, മക്കൾ തമ്മിൽ നല്ല ഐക്യമാണ്, നല്ലൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഡു ഇറ്റ്. ബിക്കോസ് എവരിബഡി ഈസ് ഇൻ ഗുഡ് ടേംസ് ആൻഡ് എവരിബഡി ഈസ് വെൽ വിഷർ ഓഫ് ഈച്ച് അതർ. പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാം വളരെ ഉഷാറായി പോകുന്നുണ്ട്, എല്ലാവരും തമ്മിൽ നല്ല സ്നേഹമാണ്, എല്ലാം ഇവർ തമ്മിൽ ഐക്യമുണ്ട്, അവർ തന്നെ ഓരോ കാര്യങ്ങളിലൊക്കെ ഒരു നല്ലൊരു തീരുമാനം എടുത്തോളും. ദാറ്റ് ഈസ് വെർ ദേ മേക്ക് ദ മിസ്റ്റേക്ക്. കാരണം എവ്രി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് പ്രയോറിറ്റി, എവ്രി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ഒരാൾ ആലോചിക്കുകയാണ്, നമ്മുടെ കമ്പനീൻ്റെ ഫിനാൻസ് മാനേജർ നാളെ എൻ്റെ മകനാവണം. കാരണം ഓൾറെഡി നമ്മൾ നല്ലൊരു സാലറി പുറത്തുള്ള ആൾ കൊടുക്കുന്നുണ്ട്, ആ സാലറി ഇവന് കിട്ടിയാൽ പോരെ എന്ന് ഒരാൾ വിചാരിക്കുകയാണ്. വേറൊരു ഫാമിലി മെമ്പർ വിചാരിക്കുകയാണെന്ത്, ആ പോസ്റ്റിൽ ഏറ്റവും നല്ല ആളാണ് നമ്മൾ വെക്കേണ്ടത്, എന്തായാലും ഇവൻ്റെ മകനെ വെക്കണ്ട, കാരണം അവൻ അത്ര സ്മാർട്ടൊന്നുമല്ല, അവനൊരു MBA ഫിനാൻസ് എടുത്തതേ ഉള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നാളെ ചിലപ്പോൾ ഫൗണ്ടർ ഉള്ള സമയത്ത് അത് പ്രശ്നമാവില്ല. ഫൗണ്ടർ ഇല്ലാത്ത കാലത്ത് എവരിബഡി ഹാസ് ഈക്വൽ റൈറ്റ്സ്. തീർച്ചയായിട്ടും ഇയാൾക്കുള്ള അതേ റൈറ്റ് മറ്റാൾക്കുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ അവിടെ ചിലപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് മാറും, ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് മാറൂല. ചിലപ്പോൾ അത് ഒരാളൊരു അഭിപ്രായം പറഞ്ഞ് അല്ല അവൻ നമുക്ക് ആ പോസ്റ്റിന് വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ എതിർക്കൊന്നും പറയില്ല, പക്ഷേ അയാൾ പിന്നെ ആ ഫാമിലിന് ഡിസ്റ്റൻസ്ഡായി മാറും. പിന്നെ അയാൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ വിചാരിച്ച മാറിയല്ല ഫാമിലി എന്നെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കാണുന്നത്. അപ്പോൾ പീപ്പിൾ സീ തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം വെച്ചാൽ നമ്മൾ പല ഫിലിമുകളൊക്കെ കണ്ടിട്ടുണ്ട്, എന്ത്
ഇത്തരം ഫാമിലി പരമ്പര ട്രഡീഷണലി ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്ന പല സോഴ്സസും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഇതൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്, കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പം തിരൂരൊക്കെ ഉള്ള ഒരുപാട് ബില്യണേഴ്സ് ഉണ്ട് ഇവിടെ UAE, പ്രത്യേകിച്ച് GCCയിലൊക്കെ. അവരുടെയൊക്കെ ബിസിനസ് ഒരു പരിധി വരെ അവർ ഇപ്പോഴും ഫൗണ്ടേഴ്സ് ഡ്രിവൺ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരുടെ കാലശേഷം ഇത് എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വേറെ കാര്യം ഞാൻ പറയാം, പല ഫാമിലി ബിസിനസ്സുകളിലും പിന്നെ സെക്കൻഡ് ജനറേഷൻ ടാലൻറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ക്ലാരിറ്റി. ഞാനിപ്പോൾ എൻ്റെ കരിയർ സാക്രിഫൈസ് ചെയ്ത് ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുള്ള സെക്യൂരിറ്റി എന്താണ്? കാരണം നാളെ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ വിൽ ഓൾ ബി ദ സെയിം. അപ്പോൾ പിന്നെ ഞാനിതിന് വേണ്ടി എടുത്ത എഫേർട്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചോദിക്കാനുള്ള മടി, കാരണം അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫാദറിനോട് പോയിട്ട് പറയും എനിക്കൊരു പ്രത്യേക ഒരു സാധനം വേണോ, അല്ലെങ്കിൽ എനിക്കിതിന് എന്തെങ്കിലും കിട്ടണം. പലപ്പോഴും ഫാമിലി ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മര്യാദ സാലറി പോലും ഉണ്ടാവില്ല, കാരണം അതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ എന്നുള്ള ആശയത്തിന് മുകളിൽ ഞാൻ പണിയെടുത്തോടെ നമുക്ക് നോക്കാറില്ല, അല്ലെങ്കിൽ എനിക്കെന്താ വേണ്ട വെച്ചാൽ എടുത്തോ എഴുതി വെച്ചാൽ മതി എന്നൊക്കെ പറയും. ഒരുപാട് പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ് ഒരു ഫാമിലി ബിസിനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒരു പ്രിസൈസ്ഡ് സാലറി ഉണ്ടോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ തന്നെ ഉണ്ടാവില്ല, മാസം എന്താ കിട്ടും. അതായത് ഫാമിലി ബിസിനസ്സുകളിൽ യൂഷ്വലി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വലിയ ബ്രാൻഡ് നെയിം ആയിരിക്കാം, വലിയ ഫാമിലി ആയിരിക്കാം, ഒരുപാട് അസറ്റ്സ് ഉണ്ട്, ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈലൊക്കെയാണ്. ബട്ട് വെൻ യു ഗോ ഇൻസൈഡ് യു വിൽ ഫൈൻഡ് ദാറ്റ് ദേ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബിക്കോസ് ദേ ഡോണ്ട് സ്പീക്ക്. കാരണം പലതും ഫാദറിനോട് പറയാൻ പറ്റില്ല. അതെങ്ങനെ ഞാൻ പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സ് അത് വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠനത് വേറെ രീതിയിലെടുക്കും. കാരണം ഫാമിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹബ് ഓഫ് ഇമോഷൻസ്. ഏത് ഒരു ഫാമിലി മെമ്പറായി ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഇമോഷൻ, ദർ ഈസ് ബയാസ്, ദർ ഈസ് പ്രിജുഡീസ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി വാട്ട് എവർ ഇറ്റ് ഈസ് ദർ. ഈ ഒരു സംഗതി ആണ് പല ന്യൂ ജനറേഷനെ അവരെ ഫാമിലി ബിസിനസ് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. കാരണം വെറുതെ അവിടെ പോയിട്ട് എൻ്റെ ഫാമിലിൻ്റെ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ മാർക്കിടുന്ന നേരം കൊണ്ട് ഞാൻ പോയിട്ട് വേറെ സാധനം ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറൊരു പിന്നെ ഒരു ജോലിക്ക് പോയിക്കോളാം. ഇത് എങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് വിടും. ഇതെല്ലാം മക്കളോട് തീരുമാനിക്കും. അവന് ഇയാൾ ഒറ്റക്കായി. ആൻഡ് ഹി വിൽ തിങ്ക്, ദ ഫൗണ്ടർ വിൽ തിങ്ക് മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല, പിന്നെ ഇതൊക്കെ ഞാൻ ആർക്കും ഉണ്ടാക്കുന്നത്. ഹീ ഈസ് ദ കൾപ്രിറ്റ്. അദ്ദേഹം ചെയ്യേണ്ട പണികൾ അദ്ദേഹം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. മറിച്ച് നമ്മൾ ഒരു പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു എംപ്ലോയ്മെൻറ്റ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പോളിസി ഉണ്ടാക്കുകയാണ്. ആ പോളിസി ഉണ്ടാക്കിയിട്ട് ആ പോളിസീൻ്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ദർ ഈസ് ക്ലാരിറ്റി. എനിക്കറിയാം ഞാനിതിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും, ഞാൻ അതിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതിൽ ക്ലാരിറ്റി വരുമ്പോൾ അവിടെ ഹാർമണി ഉണ്ടാവും. അതാണ് പറയുക, ഈ ഹാർമണി പൊതുവേ നമ്മളാൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു മിത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്രിമെൻറ്റ്സ്, ഫാമിലിൻ്റെ ഉള്ളിലെ അഗ്രിമെൻറ്റ്സോ, ബ്രദറും ഫാദറും ബ്രദേഴ്സ് തമ്മിൽ അഗ്രിമെൻറ്റോ, വിശ്വാസമില്ലേ, ഫാദറായിട്ട് അഗ്രിമെൻറ്റോ, ഇങ്ങനത്തെ ഒക്കെ സംഗതികൾ വരിക എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി അല്ലല്ലോ, അത് വേറെന്തോ സാധനമായി മാറിയില്ലേ. പിന്നെ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വി തിങ്ക് ഹാവിങ് തിങ്സ് ഡോക്യുമെൻറ്റഡ്, സൈനിങ് അപ്പ് ഡോക്യുമെൻറ്റ്സ് ഹാർമണിക്ക് നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അതൊരു ഷോർട്ട് ടേം ഹാർമണി മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ, ഒരു ഫോൾസ് ഹാർമണി മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. യു തിങ്ക് ദർ ഈസ് ഹാർമണി ബട്ട് ദർ ഈസ് നോ ഹാർമണി. മറിച്ച് എല്ലാം ഡോക്യുമെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത്, എനിക്കറിയാം എന്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത്. നാളെ നിങ്ങൾ വന്നിട്ട് ചോദിക്കണം, ഒരു മകൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കൊരു 1 million dirhams നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അലക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം നിങ്ങൾ വേറൊരു അനിയനിക്ക് ചിലപ്പോൾ മകന് ചിലപ്പോൾ ഇതേമാതിരി 1 million കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അവനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാൻ ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ളത്. പക്ഷേ ഇവനിക്കൊരു ബിസിനസ് കഴിവില്ലാത്തൊരു തന്നെ ആയിരിക്കും. ബട്ട് ഹീ വാണ്ട്സ് ജോബൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനക്കിപ്പോൾ തൽക്കാലം ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. ഒരു 1 million ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. പറയും നിങ്ങൾ അവന് കൊടുത്തു എനിക്ക് തന്നില്ല എന്ന് പറയും. ബട്ട് സപ്പോസ് വി ഹാവ് എ പോളിസി, ഒരു ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ട്. ആ പോളിസി പ്രകാരം നമ്മൾ പറയണത് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാമിലി ബ്രദേഴ്സ് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മിനിമം ഇത്ര കൊല്ലം ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്നൊരു പോലത്തെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകെ 100,000 ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവരിബഡി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. കാരണം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോളിസി ഇതാണെന്നുള്ളത്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണെന്ത്, അപ്പോൾ ഈ പോളിസികളൊക്കെ പറയുന്നത് ഒരു പിന്നെ റിലേറ്റീവോ സിബ്ലിംഗ് ഒക്കെ ആകുമ്പോൾ അവിടെയും ഇഷ്യൂ വരും. അവിടെയാണ് ഫാമിലി ഓഫീസ് വരുന്നത്. അവൻ എന്നോട് ആരുങ്ങളോടൊന്നല്ല ചോദിക്കണത്, അതിനൊരാളുണ്ട്, ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാളെടുത്ത് പോയിട്ടാണ് അവൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ദ ഫാമിലി ബിക്കംസ് പ്രൊഫഷണൽ. അപ്പോൾ എന്താണ് ആരേറ്റവും ഒരു ഇമോഷണൽ ഡയലോഗ്സ് ഇല്ല, നമ്മളെല്ലാം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു.
എല്ലാ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മളൊരു എന്താ പറയുക, അവിടെ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് എപ്പോഴും തിങ്ക് ചെയ്യുന്നുള്ള ഈ പറഞ്ഞ പോലെ, പക്ഷേ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പോലെയാണല്ലോ ഫാമിലിയിൽ ഉണ്ടാവുക എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമോ? നോ, അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ഫാമിലി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരിക്കലും ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പോലെ അല്ല. സി ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിൽ ചിന്തിച്ചിട്ട് നിങ്ങളത് ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. ഡൈനിങ് ടേബിൾ ബോർഡ് റൂമായി മാറും. അവിടെ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. രാവിലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവില്ല, സ്നേഹം അന്വേഷിക്കുന്നുണ്ടാവില്ല, കംപ്ലീറ്റ്ലി എന്താ ഇവൻ്റെ ബിസിനസ്സായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഫാമിലീസ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എൻവയോൺമെൻ്റ് അല്ല. ഒരു സാധനം പ്രൊഫഷണലൈസ് ചെയ്യണത് കൊണ്ട് സാധനം പിന്നെ ആ ഒരു കൾച്ചർ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അതിന് രണ്ട് രീതികൾ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്, ആൻഡ് ദാറ്റ്സ് എ ബിഗ് ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ഒരുപാട് ഇപ്പോൾ പറയാം, നിങ്ങളിപ്പോൾ എത്ര പോലും ഫാമിലി ബിസിനസ്സിന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ? അങ്ങനെ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്, ഏതെങ്കിലും കേസ് സ്റ്റഡീസ്? ഈ കൺസൾട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് കോൺഫിഡൻഷ്യൽ. ക്ലയൻസിൻ്റെ ഒരു ഡീറ്റെയിലും നമ്മൾ എന്ത് ചെയ്യില്ല, റിവീൽ ചെയ്യില്ല. മേ ബി നമ്മളുടെ ക്ലയൻസിൻ്റെ പേരുകൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തരും ആസ് പാർട്ട് ഓഫ് അവർ സർവീസസ്, ബട്ട് അവർക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത്, അവരുടെ കോംപ്ലിക്കേഷൻ എന്താണ്, അവരുടെ ചലഞ്ച് എന്താണ്, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. ബിക്കോസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി തിങ്, എസ്പെഷ്യലി ഫാമിലി ബിസിനസ് ആകുമ്പോൾ. കാരണം ഫാമിലി ഒന്നും പറയാൻ പാടില്ല നമുക്ക്, ഓഫ് കോഴ്സ് നോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഫാമിലിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംഗതി ആയിരിക്കും. ഫാമിലി അത് ബിസിനസ് എല്ലാം അങ്ങനെ തന്നെയാണത്. അവരുടെ പ്രശ്നം നമ്മൾ ഡിസ്കസ് ചെയ്യില്ല.